പ്രിയമിത്രങ്ങളെ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം. കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കഥ ആരംഭിക്കാം. എൻ്റെ പേര് ചാർമിള. വിവാഹിതയാണ്. റെയിൽവേയിൽ സ്റ്റേഷൻ മാസ്റ്ററായി ജോലി ചെയ്യുന്നു. എനിക്കിപ്പോൾ 27 വയസ്സുണ്ട്. വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും ഒരു അനിയത്തിയും. അനിയത്തിയുടെയും വിവാഹം കഴിഞ്ഞു. അവൾ ദുബായിൽ സെറ്റിലാണ്. ഞാനിപ്പോൾ 5 മാസമായി പ്രസവാവധിയിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഒരു ഹൈസ്കൂൾ അധ്യാപകനാണ്. അദ്ദേഹത്തിന് അല്പസ്വല്പം രാഷ്ട്രീയമൊക്കെ ഉണ്ട്. അതുകൊണ്ട് പലപ്പോഴും യാത്രയിലൊക്കെ ആയിരിക്കും. വീട്ടിലെ കാര്യങ്ങളും നാട്ടുകാര്യങ്ങളും എല്ലാം അതുകൊണ്ട് എൻ്റെ തലയിലാണ്. ഭർത്താവിന്റെ രാഷ്ട്രീയ സ്വാധീനം വെച്ച് പ്രസവശേഷം വീടിനടുത്ത് തന്നെയുള്ള സ്റ്റേഷനിൽ ജോലി ഒപ്പിച്ചു തന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റേഷൻ മാസ്റ്റർ രാജു സാർ കുറച്ച് പ്രായമുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, രാത്രി ഉറക്കമൊഴിയുന്നത് അദ്ദേഹത്തിന് ശകലം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചാർമിള രാത്രി ഡ്യൂട്ടി എടുക്കാമോ എന്ന് ചോദിച്ചു. എനിക്കതൊരു ബുദ്ധിമുട്ടായി തോന്നിയില്ല. അവിടെ മുതലാണ് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച കഥ ആരംഭിക്കുന്നത്. ഇനി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. അധികം ഹൈറ്റ് ഒന്നുമില്ല, എങ്കിലും ഒരു 5-5.5 അടി പൊക്കം വരും. നല്ല വെളുത്ത് തടിച്ച ശരീരം. പ്രസവമൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി തടിച്ചു. ഞാനിവിടെ ചാർജ് എടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ പിയൂണായി ജോയിൻ ചെയ്തു. രഞ്ജിത്ത്. ഒരു 24 വയസ്സ് പ്രായം വരും. അച്ഛൻ സർവീസിൽ ഇരുന്ന് മരിച്ചതാണ്. ആ ജോലിയാണ് അവന് കിട്ടിയത്. ഒരു 6 അടി ഉയരവും നല്ല ബലിഷ്ഠമായ ശരീരവും, കാണാനും വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാവരോടും ഓരോരോ കുശലങ്ങളൊക്കെ പറഞ്ഞ് ഓടിച്ചാടി നടക്കുന്ന സ്വഭാവമാണ് അവന്. ആര് കണ്ടാലും അവനെ ഇഷ്ടപ്പെടും. അതായിരുന്നു അവന്റെ പ്രകൃതം. വളരെ തിരക്ക് കുറഞ്ഞ ഒരു സ്റ്റേഷനായിരുന്നു ഞങ്ങളുടേത്. പ്രത്യേകിച്ച് രാത്രിയായാൽ ആരും കാണില്ല. 10 മണിക്ക് ഒരു വണ്ടി പോയാൽ പിന്നെ വെളുപ്പിന് 3 മണിക്ക് ഒരു വണ്ടി ഇവിടെ നിർത്തുകയുള്ളൂ. അതിനിടയിൽ ഒരുപാട് വണ്ടികൾ ഇതിലെ കടന്നു പോകുന്നുണ്ട്. അതിനൊക്കെ പച്ച കൊടി കാണിച്ചാൽ മതി. ജോലിയൊന്നുമില്ല. എന്നാലും ഒരു മടുപ്പാണ്. ഉറങ്ങാനും പറ്റില്ലല്ലോ. 10 മണിയുടെ വണ്ടി പോയാൽ പിന്നെ ഇവിടെ ആകെ വിജനമാണ്. അതിൽ തന്നെ 10-15 പേർ കാണും ഇവിടെ ഇറങ്ങാൻ. പിന്നീട് അവിടെ വലിയ നിശബ്ദതയാണ്. രഞ്ജിത്ത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരുമായി നല്ല സൗഹൃദം സ്ഥാപിച്ചിരുന്നു. അവൻ എപ്പോഴും കലപില എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അവനാണെങ്കിൽ ഒരൊളിവും മറവും ഇല്ലാത്ത സ്വഭാവക്കാരനാണ്. അവൻ ജോയിൻ ചെയ്ത ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ 2 പേരും രാത്രിയിൽ ഡ്യൂട്ടിയിലായിരുന്നു. 10 മണിയായപ്പോൾ ലാസ്റ്റ് വണ്ടി പോയി. ചെയ്യാനുള്ള പണികളെല്ലാം ചെയ്തു തീർന്നു. ഇനി 11 മണിയാകുമ്പോൾ എതിർ ദിശയിലേക്ക് കടന്നു പോകുന്ന ഒരു വണ്ടിയുണ്ട്. അവൻ പറഞ്ഞു, ബാ ചേച്ചി, നമുക്ക് പ്ലാറ്റ്ഫോമിലെ ബെഞ്ചിലിരിക്കാം. ഇതും പറഞ്ഞ് അവൻ എൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് ബെഞ്ചിന്റെ അടുത്തേക്ക് നടന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ബെഞ്ചിൽ ചെന്നിരുന്നു. ബെഞ്ചിൽ ചെന്നിരുന്നപ്പോഴും അവൻ എൻ്റെ കയ്യിലെ പിടി വിട്ടിരുന്നില്ല. വളരെ നിഷ്കളങ്കമായാണ് അവൻ എൻ്റെ കയ്യിൽ പിടിച്ചിരുന്നതെങ്കിലും കുറച്ചു നാളായി എൻ്റെ അടക്കി വെച്ചിരുന്ന ആ വികാരം പതുക്കെ ഉണരുകയായിരുന്നു. പ്രസവത്തിനൊക്കെ മുൻപാണ് ഞാൻ പുരുഷസുഖം അറിഞ്ഞത് തന്നെ. പ്രസവമൊക്കെ കഴിഞ്ഞ് കുഞ്ഞിന്റെ നിർബന്ധങ്ങളും ഭർത്താവിന്റെ തിരക്കുകളുമെല്ലാം കാരണം ഒന്നിനും സമയം കിട്ടിയിരുന്നതുമില്ല. അമ്മായിയമ്മയുടെ അടുത്താണ് കിടക്കുന്നത്. അപ്പോൾ പിന്നെ ഒന്നിനും പറ്റില്ലല്ലോ. എല്ലാം അടക്കി ജീവിച്ചു. അവൻ വീണ്ടും എന്തൊക്കെയോ കിടന്ന് ചിലക്കുകയാണ്. എനിക്കാണെങ്കിൽ എൻ്റെ ശരീരം നല്ലപോലെ ചൂട് പിടിച്ചു വരികയാണ്. അപ്പോഴാണ് ദൂരെ എവിടെ നിന്നോ ഒഴുകി വരുന്ന ഒരു പഴയ മലയാള ചലച്ചിത്രഗാനം. അതും കൂടി ആയപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു മൂടായി. അവിടുത്തെ ആ ഏകാന്തതയും ആ തണുത്ത കാറ്റും എൻ്റെ വികാരത്തെ ഉത്തേജിപ്പിച്ചു. ഞാൻ കൈമെല്ലെ വലിച്ചെടുത്തു. അപ്പോഴും അവൻ ഒന്നും അറിയാതെ എന്തൊക്കെയോ കിടന്ന് സംസാരിക്കുന്നുണ്ട്. വീണ്ടും അവൻ എന്തോ പറഞ്ഞുകൊണ്ട് അവന്റെ കൈ എൻ്റെ കാലിൽ വെച്ചു. ഇപ്രാവശ്യം അവൻ എന്തോ മനസ്സിലായി. എൻ്റെ കാലിലെ ആ ചൂടും ആ മാർദ്ദവും അവൻ അറിഞ്ഞെന്ന് തോന്നുന്നു. അവൻ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ചോദിച്ചു, എന്താ ചേച്ചി? എൻ്റെ മുഖത്തെ ആ ഭാവവ്യത്യാസം ഞാൻ എത്ര ഒളിച്ചിട്ടും അവനത് മനസ്സിലാക്കി. പെട്ടെന്ന് അവൻ എന്നെ കയറി ഒരു കെട്ടിപ്പിടുത്തം. ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. ആ നിശബ്ദ പ്ലാറ്റ്ഫോമിൽ എന്തിനോ വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. ആവേശം ഞങ്ങളിൽ കത്തിപ്പടർന്നു.
പെട്ടെന്ന് വണ്ടി കടന്നു വരുന്നതിന്റെ ഒരു സിഗ്നൽ സൗണ്ട് കേട്ടു. ഞാൻ ഓടി ഓഫീസിലേക്ക് കയറി. അവനും കൊടിയും എടുത്തുകൊണ്ട് വന്നു ആ ചീറിപ്പായുന്ന വണ്ടിയെ യാത്രയാക്കി. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ രണ്ടുപേർ സ്റ്റേഷനിലേക്ക് കടന്നു വന്നത്. അതൊരു പുരുഷനും ഒരു സ്ത്രീയുമായിരുന്നു. അവർ ചോദിച്ചു, മാഡം, ഷൊർണൂർക്ക് ഇനി എപ്പോഴാ ട്രെയിൻ? അയ്യോ, ഇനി ഇപ്പോഴെങ്ങും ഇവിടെ സ്റ്റോപ്പുള്ള ട്രെയിൻ ഇല്ല. വെളുപ്പിന് 3 മണിക്കേ ഉള്ളൂ. അവർ പരസ്പരം നോക്കി. എന്തു ചെയ്യും? നമുക്കിവിടെ ഏതെങ്കിലും ബെഞ്ചിലിരുന്ന് മയങ്ങാം. വെളുപ്പിനത്തെ ട്രെയിനിൽ പോകാം, കൂടെ വന്ന സ്ത്രീ പറഞ്ഞു. എന്നിട്ട് തിരിഞ്ഞെന്നോട് പറഞ്ഞു, മാഡം, ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നോട്ടെ. ഇനിയിപ്പോൾ വെളുപ്പിനത്തെ ട്രെയിനിലല്ലേ പോകാൻ പറ്റൂ. അവിടെ ഇരുന്നോ, ഞാൻ പറഞ്ഞു. അത് പറയുമ്പോഴും എന്റെ മനസ്സിൽ ദേഷ്യവും സങ്കടവും തോന്നി. ഞാൻ പോയി ഓഫീസിലെ കസേരയിൽ പോയിരുന്നു. മറ്റൊരു കസേരയിൽ എന്തോ പോയ അണ്ണാനെ പോലെ അവനും ഇരിക്കുന്നുണ്ടായിരുന്നു.